ഓക്കെ ബൈ ബൈ. സൂക്ഷിച്ചു പോട്ടാ. ആ കുളിച്ചു. കൊച്ചു ട്യൂഷന് പോകാന്നല്ലോ. അപ്പം ചേട്ടായി അവൻ തന്നെ പോകാൻ ഇറങ്ങിയതാ. പിന്നെ അവന് താഴെ നിന്നിട്ട് ഓട്ടോറിക്ഷ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ചേട്ടായി അവനെ കൊണ്ടയാക്കാൻ പോയി. കൊണ്ടയാക്കാൻ പോയിട്ട് വന്നപ്പം എനിക്കുള്ള നല്ല പണിയായിട്ടുള്ള സാധനങ്ങളും കൊണ്ടാണ് വന്നത്. അത് പിന്നീട് കാണിച്ചു തരാം. അപ്പം ഞാൻ കട്ടനാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ പാൽച്ചായ വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മൾ ഇടയ്ക്കിടെ മാത്രമാണ്, ആഴ്ചയിൽ 1-2 ദിവസമൊക്കെയാണ് നമ്മൾ പാൽച്ചായ ഉണ്ടാക്കാറുള്ളൂ. ആ ദിവസം നമുക്ക് കട്ടൻ തന്നെയാണ്. നമുക്ക് ചായക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. ക്രീം ബണ്ണാണ് നമുക്കിന്ന് ചായക്ക്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പം അവർ കാണിച്ചു തരാമേ. ഇപ്പം പക്ഷെ അവർ ഇതിൻ്റെ അകത്ത് ക്രീം വെക്കുന്നത് കുറച്ചു. നേരത്തെ കൂടുതലുണ്ടായി. പിന്നെ നമുക്കൊരു പണിയുണ്ടെന്ന് പറഞ്ഞത് ഇതാണ്. ചേട്ടായി കുറച്ച് എല്ല് വാങ്ങിയിട്ടുണ്ട്, കപ്പയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലും കപ്പയുമാണ് വൈകിട്ടത്തേക്ക് ഇന്ന്. അത്യാവശ്യം നല്ല പണിയുണ്ട്. ക്രീമില്ല അല്ലേ? തീരെ കുറവാണ്. നമ്മൾ എല്ല് കറി വെക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചു, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുവാണേ. ഇതെല്ലാം കൂടെ വഴറ്റി നമുക്ക് എല്ലിലോട്ട് മിക്സ് ചെയ്ത്, ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പൊടികളും എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് എല്ലിലോട്ട് ചേർക്കാം. അപ്പം നമ്മുടെ എല്ല് വേവിക്കാനായിട്ടുള്ള പൊടികൾ ഞാൻ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മീറ്റ് മസാല, പിന്നെ എന്താ എടുത്തത്, മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി കഴിയുമ്പോൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര മഴയായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണമെന്നില്ല. അതാ കണ്ടോ, ഞാൻ പൊടികളെല്ലാം കൂടി ഇട്ട് അതാ മിക്സ് ചെയ്തു. അതിൻ്റെയൊക്കെ പച്ചമണമെല്ലാം മാറി സവാളയിലോട്ട് നന്നായിട്ട് പറ്റി പിടിച്ചിട്ട് ചൊക്ക തുടങ്ങി. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി എടുത്ത് നമ്മുടെ എല്ല് വെച്ചേക്കണില്ലേ അതിലോട്ട് അങ്ങ് ഇടാം. നമുക്ക് തൽക്കാലം ഇതെടുത്ത് നമ്മുടെ തീ കത്തി പോകുന്നു അങ്ങോട്ട് എടുത്ത് വെക്കാം. ഇങ്ങനെ പതുക്കെ മിക്സ് ചെയ്യാം. ചേട്ടാ ഓൾറെഡി ഇതിനകത്ത് ഉപ്പിട്ടു, അതുകൊണ്ട് ഞാൻ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പിട്ടിട്ടില്ല. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇച്ചിരി വെന്ത് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പം അത് നോക്കിയിട്ട് നമുക്ക് വെള്ളം ചേർന്ന് കൊടുക്കാം. കുറച്ചും കഴിഞ്ഞ് വന്ന ഉടനെ ഡ്രസ്സ് പോലും മാറാതെ ഇരുന്ന് കഴിക്കുവാണ്. നീ കുട നനഞ്ഞല്ല, കുട നനഞ്ഞില്ലേ? നീ ഇതാക്കിയില്ലടാ, കുട നിർത്തിയില്ല. ആന്നാ ഇത്രയും മഴയത്ത് നനഞ്ഞു വരുന്നത് കണ്ടല്ലേ? പാൻ്റൊക്കെ നനഞ്ഞിരിക്കണം. പിന്നെ കുട എന്തിനാടാ നീ കൊണ്ടുപോകുന്നത്? കുട ചുമ്മാ കൊണ്ടുപോകുന്നേ? വാങ്ങിക്കുമല്ലേ? നടി വാങ്ങിക്കാനായിട്ടുണ്ടേ. വേണ്ട, ദൃഷ്ടിയൊന്നും കാണിക്കണ്ട. ഓടാ. ഇപ്പം കപ്പതാ ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാം ഇവിടെ ഇരിക്കേണ്ടപ്പോൾ തീ ശരിക്കും കത്താത്തതുകൊണ്ട് ഞാൻ കുറേ നേരം ഊതി ചേട്ടയുടെ വകയായിട്ട് ചേട്ടാ ഇത് തീ കത്തിക്കുന്നുണ്ട്. ബീഫല്ല നമ്മുടെ എല്ലിന്ന് ഇതാ വെള്ളമൊക്കെ ഇറങ്ങി നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. വെള്ളം ഇതാ ഇത്രയും ഞാൻ പറഞ്ഞില്ലേ ഇതിന് വെള്ളം ഇറങ്ങുമെന്ന്. അത്രയും വെള്ളം ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്കിനി കുറച്ച് ചൂടുവെള്ളമാണ്, ഇതിനകത്തൊക്കെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് വേവാൻ നല്ല സമയമെടുക്കും. അതേപോലെ തന്നെ നമ്മൾ ഗ്യാസിലോ കുക്കറിലോ ഒന്നും അല്ലല്ലോ, നമ്മൾ അടുപ്പിലല്ല വെച്ചേക്കണേ. അതുകൊണ്ട് സാധാരണത്തേൽ സമയമെടുക്കും. നമുക്കിനി ഇതങ്ങ് മൂടി വെക്കാം. നമ്മുടെ കൺമണിക്ക് ഇച്ചിരി പുക വെക്കാനായിട്ട് ചേട്ടായി പുക കൊണ്ടുപോവാണ്. എന്താണ്ട് അവിടെ അപ്പടി പുല്ലും അതും ഇതൊക്കെ വീണ് കിടക്കുകയാണ്. അത് മഴ കാരണം നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. പുക വെച്ച് കൊടുക്കണത് എന്താണെന്ന് വെച്ചാൽ അവളെ ഈച്ചയും കൊതുകും ഒന്നും കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്നും വൈകിട്ട് അവൾക്ക് ഇങ്ങനെ പുക വെച്ച് കൊടുക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും തുണിയൊക്കെ ഇടാനൊക്കെ ഒരു കസേരയോ റൂമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ വീട്ടിലെ തുണി ഇടാനുള്ള കസേരയ്ക്ക് പകരം നമുക്കുള്ളത് അത് ഈ കട്ടിലാണ്. ഈ കട്ടിലാണ് തുണിയെല്ലാം ഉണങ്ങിയത് ഇടുന്നത്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ അഴയിലാണ് തുണിയിട്ട് ഈ ഫാനും കൂടി ഇട്ടിട്ടാണ് ഇപ്പം നമ്മൾ തുണി ഉണക്കിയെടുക്കണം. അതേപോലത്തെ മഴയല്ലേ. അപ്പം ഈ ഉണങ്ങുന്ന തുണികൾ എന്ത് ചെയ്യും? ഇങ്ങോട്ടിടും. പിന്നെ മടക്കാം. അങ്ങനെ പിന്നെ മുടക്കാം എന്നും പറഞ്ഞ് വെച്ച് കട്ടിൽ നിറച്ചായി. അപ്പം ഞാൻ ഇത് മൊത്തം ഇന്നൊന്ന് ക്ലീൻ ചെയ്യാൻ പോകും. ഇത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഇനിയും തുണിയുണ്ട്. ആ തുണി എടുത്ത് നമുക്ക് വീണ്ടും ഹാങ് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ എൻ്റെ പണി എടുക്കട്ടെ കേട്ടോ. പണി എടുക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല. പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാൽ അവസ്ഥ ഇങ്ങനെ ഇരിക്കും. എന്തെങ്കിലും നമ്മളിത് മടക്കിയേ പറ്റുള്ളൂ. കാരണം ഇടാൻ തുണിയില്ലല്ലോ. കഴിഞ്ഞോ അമ്മ?
കഴിഞ്ഞു കേട്ടോ, വൃത്തിയായി കണ്ടോ. ഇത് നമ്മുടെ റൂമില് നമ്മൾ ഉപയോഗിക്കാത്ത റൂമാണ് കേട്ടോ. അപ്പം നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ റൂമാണ് കൊടുക്കുന്നത് സാധാരണ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ബെഡൊക്കെ എക്സ്ട്രാ യൂസ് ചെയ്യാനുള്ള ബെഡൊക്കെ ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ ഒതുക്കി വെച്ചേക്കുന്നത്. ഈ ബെഡ് റെഡിയായി. ഇവിടെ ഉണ്ടായിരുന്ന ഭാഗത്ത് തുണികളും എല്ലാം എടുത്തിട്ട്, ഈ കളറുകളെല്ലാം കുറച്ച് നനവുള്ള തുണികളാണ്. ഇനി ഒതുങ്ങി എന്ന് പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ബാക്കി നനഞ്ഞ കുറച്ച് തുണികളുണ്ടല്ലോ, അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. തൽക്കാലത്തേക്ക് ഇവിടെ ഒന്ന് ഒതുക്കിയതേ ഉള്ളേ. അമ്മ മോനോട് തിന്നാൻ പോകുന്നതിൻ്റെ ഇളക്കമാണിത്. എല്ലും കപ്പയും കണ്ടതിൻ്റെ ഇളക്കം. എല്ലും കപ്പയും തിന്നുന്നതിന് മുമ്പ് നമ്മൾ കുറെ കലോറി ബേൺ ചെയ്ത് കളയേണ്ടതുണ്ട്. അതിന് വേണ്ടി എക്സസൈസ് ആയിട്ട് നമ്മൾ ടി വി കണ്ടോണ്ട് വേണം എക്സസൈസ് ചെയ്യാൻ. ഫാൻ ഇട്ടോണ്ട് കപ്പ നോക്കുന്നില്ലേ? കപ്പ വേവാൻ ഇനിയ സമയമുണ്ട്. അപ്പൊ നമ്മളൊന്ന് ടി വി കാണും. മരക്കാർ അറബിക്കടലിന്റെ സിംഹം അല്ലേ? ആഴക്കടലാണോ? അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ കപ്പ വെന്തു. കപ്പതാ ഇങ്ങനെ തേങ്ങയൊക്കെ ഇങ്ങനെ ഇളക്കി എടുക്കുവാണേ. ഓഹോ, ഇതൊരു പുകയാണോ? കപ്പ ബിരിയാണിക്കുള്ള മസാല ആക്കിയിട്ട് കപ്പ തയ്യോ സംശയമുണ്ട്. അതെ, എല്ലും കപ്പ ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കപ്പ കുറവാണോ എന്നൊരു സംശയമായതുകൊണ്ട് എല്ല് സെപ്പറേറ്റ് കറിയായിട്ടും കപ്പയും സെപ്പറേറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുകയാണ്. കഴിക്കാൻ വേണ്ടി എടുത്തു എല്ലും കപ്പയും. അമ്മയുടെ ചേട്ടായി കൊച്ചിൻ്റെ. നമ്മുടെ നല്ല പൊടി കപ്പയും എല്ല് കറി സൂപ്പറായിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ. ചില ദിവസങ്ങളിൽ ശരിയാവാറില്ല, പക്ഷെ ഇന്നത്തെ എല്ല് കറി അടിപൊളിയായിട്ട് നന്നായിട്ട് വേവുകയും ചെയ്തു, നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു. നല്ല പൊള്ളിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. ഇങ്ങനെ ആ ചാറിലിങ്ങനെ മുക്കി ഇങ്ങനെ വായിലോട്ട് എടുത്ത് വെക്കുമ്പോൾ ഉണ്ടല്ലോ, ആഹാ എന്താ ടേസ്റ്റ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ക്ഷീണമാണ് ഫുഡ് കഴിച്ചതിന് ശേഷം. കപ്പ ആയതുകൊണ്ട് ഇന്നത്തെ ഫുള്ള് ഭയങ്കര പുഡിങ് ആയിരുന്നു. ഇന്ന് ഫുഡടി, നൂഡിൽസ്, കപ്പ, കേക്ക്, പിന്നെ ഒരു ക്രീം ബണ്ണ്. അത് നീ തന്നെ. ക്രീം ബണ്ണ് കേക്ക് നീ തന്നെ ഇന്ന് ഫുള്ള് ഫുഡടിയുടെ ദിവസമായിരുന്നു. ഞാൻ എന്നും വിചാരിക്കും ഡയറ്റിങ് ചെയ്യണമെന്ന്, പക്ഷെ അവിടെ ഒന്നും നടക്കുന്നില്ല മക്കളെ. ഡയറ്റിങ് നടക്കുന്നില്ല. എപ്പോഴെങ്കിലും നടക്കുമായിരിക്കും. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ ബൈ. എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ ഒന്നുകൂടെ കാണാം. ബൈ ബൈ.